സോ ഗായ്സ് അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ള വീഡിയോ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് എത്തി. ഓക്കെ, കാരണം ഞാൻ SLC എക്സാമാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് നിർത്തി. പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടമായ ടോപ്പിക്ക് വന്നു. എനിക്ക് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാനിപ്പോൾ അങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് വന്നൊരു വീഡിയോ ചെയ്യാറുള്ളൂ എന്നൊക്കെ അറിയാൻ എൻ്റെ അവസ്ഥ. പക്ഷേ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെക്കുറിച്ച് നമ്മളൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചൊരു മോശമായ കാര്യമാണ്. ഓക്കെ, വേറെ ഒന്നുമല്ല, ഫിലിം. ഓക്കെ, സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സിനിമയിലോട്ട് സിനിമ കണ്ടു തുടങ്ങിയത്, അതായത് സിനിമയിലോട്ട് ആ ഒരു കാർട്ടൂണിൽ നിന്ന് സിനിമയിലോട്ട് വന്ന സമയത്ത്, ആ ചെറുപ്പത്തിൽ കാർട്ടൂണിൽ നിന്ന് സിനിമയിലോട്ട് വന്ന സമയത്ത് ഞാൻ ആദ്യം കണ്ട സിനിമ അരുന്ധതി എന്ന സിനിമയായിരുന്നു അന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുക, ഒരു 2-3 വയസ്സ്, മാക്സിമം ഒരു 4 വയസ്സ്, അതിനുള്ളിൽ ഞാൻ സിനിമ എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഞാൻ കണ്ടത് ആ ഒരു ബുദ്ധി വെച്ച പ്രായത്തിൽ 4 വയസ്സിലൊക്കെ ഒരു സിനിമ കണ്ടത് ഇറ്റ്സ് അരുന്ധതി ആയിരിക്കും. ഓക്കെ, ഞാൻ അത്രയും വെയിറ്റ് ചെയ്ത് കണ്ട സിനിമയാണ് അരുന്ധതി. അത് അന്ന് മുതലേ, ആ ചെറുപ്പത്തിൽ മുതലേ എൻ്റെ മനസ്സിൽ കയറിയ ഒരു ആക്ടറാണ് ഈ അനുഷ്ക ഷെട്ടി എന്ന് പറഞ്ഞ ആക്ടർ. ഓക്കെ, അതുകൊണ്ട് ഞങ്ങളത്തെ ടോപ്പിക്ക് ചെയ്യാനും കാരണം ഞാൻ അന്നത്തെ കാലത്ത് കൊച്ചു TV പോലത്തെ ചോട്ടാ ബീനും കണ്ട ആ ഒരു ടൈമിൽ സിനിമ കാണാൻ തുടങ്ങിയത് അരുന്ധതി എന്ന സിനിമ കാരണം. ആ ഒരു സിനിമ കണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ മാത്രം കണ്ടു. പക്ഷേ എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അരുന്ധതി എന്ന മൂവിയായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഈ അനുഷ്ക ഷെട്ടി. കാരണം അനുഷ്ക ഷെട്ടിയാണ് ദ മെയിൻ ഹീറോയിൻ. ഓക്കെ, ആ ഒരു വ്യക്തിയുള്ളൂ ഹീറോ ആയിട്ട്. ആ ഹീറോയിന് അനുഷ്ക ഷെട്ടിയായിരുന്നു. ഓക്കെ, എന്നാൽ ഇപ്പോൾ അനുഷ്ക ഷെട്ടീൻ്റെ പിന്നെ ഒരുപാട് സിനിമാസ് ഇറങ്ങി, ബാഹുബലി കാര്യങ്ങളൊക്കെ ഇറങ്ങി, അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ സിനിമാസും കണ്ടിട്ടില്ല. ഓക്കെ, അനുഷ്ക ഷെട്ടി സിനിമയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് മാറി നിന്നു, ഇപ്പോൾ അങ്ങനെ സിനിമയിൽ തന്നെ ആക്റ്റീവ് അല്ല. ഓക്കെ, പക്ഷേ ഇപ്പോൾ അനുഷ്ക ഷെട്ടീൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരുപാട് ബോഡി ഷേമിങ് കാരണം മനസ്സിലേക്കാണ്. ഓക്കെ, ഇതിന് മുമ്പ് നമ്മളെ നിവിൻ പോളിക്ക് ഈ ഒരവസ്ഥ വന്നിരുന്നു. നിവിൻ പോളി ചേട്ടൻ്റെ കുറേ കാലത്തിന് ശേഷം, മിക്കാലിന് ശേഷം ഏതോ സിനിമ വന്ന സമയത്ത് ഭയങ്കര ബോഡി ഷേമിങ്, തടി കൂടി ഭയങ്കര ബോഡി ഷേമിങ് വന്നിരുന്നു. നൂറിൻ ഷെരീഫ് ഓർത്ത് കാണും. ഞാൻ അടാറുള്ളതിന് ശേഷം ചേച്ചിയുടെ ഒരു സിനിമ കണ്ടിട്ടില്ല. ഷോർട്ട് ഫിലിംസ് ഏതാ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. പക്ഷേ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ് ആയ സമയത്തും ഒരുപാട് ബോഡി ഷേമിങ്. പക്ഷേ അതൊന്നും വീഡിയോ ചെയ്തില്ല. പക്ഷേ ഇതിൽ വീഡിയോ ചെയ്യാൻ കാരണം ഇറ്റ്സ് മൈ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ഹീറോയിൻ ആക്ടർ എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഞങ്ങൾക്ക് സൈഡ് കാണിച്ചു തരാം. എല്ലാ പ്രതീക്ഷകളും നഷ്ടമായ അനുഷ്ക ഷെട്ടിക്ക് ഇതെന്ത് പറ്റി, നടിക്കെതിരെ ബോഡി ഷെയ്മിങ്, കമൻറ്റുകൾ, വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സൈഡ് ഒരു വീഡിയോ കാണിച്ചു തരാം. വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ പുറത്ത് വന്നത് കൂടിയാണ് ഒരുപാട് പേര് ബോഡി ഷേമിങ് ആണ് വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ സംഭവം ശരിയാണ്, കുറച്ച് തടി കൂടി കാണും. പക്ഷേ അതിന് വന്ന കമൻസുകൾ കാണാം, നിങ്ങൾ സൈഡ് കാണാൻ വന്ന കമൻസ് ആണ്. എനിക്ക് തോന്നുന്നു ട്വിറ്ററിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഫേസ്ബുക്കിൽ ഇതിൻ്റെ അപ്പുറമുണ്ട്, ഫേസ്ബുക്ക് പിന്നെ പറയണ്ടല്ലോ, പിന്നെ അങ്ങനെയാണല്ലോ. ഓക്കെ, തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് അനുഷ്ക ഷെട്ടി. എന്നാൽ താരം സിനിമയിൽ നിന്നും അകന്നു നിന്നിട്ട് 3 വർഷമായി. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ബാഹുബലി, ഞാൻ ലാസ്റ്റ് കണ്ട മൂവി ബാഹുബലിയാണ്. 2020 റിലീസ് ചെയ്ത ലൈസൻസ് എന്ന ചിത്രത്തിലൂടെ താരം ഒടുവിൽ വേഷം ഇട്ടത്. ഓക്കെ, അപ്പോൾ ലൈസൻസ് കണ്ടിട്ടില്ല. പിന്നീട് പൊതുപരിപാടികൾ പോലും താരം അധികം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല, അതാണ് കാരണം. ഓക്കെ, ഈ പൊതുപരിപാടികൾ ഇപ്പോൾ അണിറോസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വീരസിംഹ റെഡ്ഡി, പക്ഷേ എന്നാലും അണിറോസ് ഒരുപാട് ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ആൾക്കാരെ ഒരെത്തും, ഇങ്ങനൊരു സോഷ്യൽ മീഡിയ വഴി അങ്ങനെ ഒരു രീതിയിലെത്തും. പക്ഷേ ഈ അനുഷ്ക ഷെട്ടി എവിടെയും ഇനാഗ്രേഷനോ ഒരു പൊതുപരിപാടിയിൽ എവിടെയും വന്നിട്ടില്ല. എന്നാൽ വന്നൊരു വീഡിയോ ആരെ ട്വിറ്ററിനെ കയറി ഫേസ്ബുക്കിലത്തെ ഒരുപാട്, ഞാൻ പറയേണ്ടത് എന്താ സംഭവിച്ചതെന്നൊക്കെ. കർണാടകയിലെ ക്ഷേത്രത്തിൽ ദർശനത്തിലെത്തിയ അനുഷ്കയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത്. ഈ വീഡിയോ മഹാശിവരാത്രിയുടെ ഭാഗമായി അനുഷ്ക കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തിയത്. എന്നാൽ കടുത്ത രീതിയിലുള്ള ബോഡി ഷേമിംഗ് ആണ് താരത്തിനെതിരെ ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, അനുഷ്ക ഷെട്ടിയുടെ പുതിയ ചിത്രങ്ങളെല്ലാം പ്രതീക്ഷകളും നഷ്ടമായ ക്യാപ്ഷനോടെ കൂടിയാണ് താരത്തിൻ്റെ ചിത്രങ്ങൾ പ്രതികരിക്കുന്നത്. അല്ല, ഈ പ്രതീക്ഷകൾ നഷ്ടമായ സിനിമയിലോട്ട് വരൂലേ? ഈ ഒരു ബോഡി ഷേമിങ് കാരണം ആൾ തളർന്നങ്ങ് പോയോ? വളരെ സങ്കടത്തിലാണ്. ഞങ്ങളുടെ ചീറ്റിനെ മെലിഞ്ഞ് കാണണം. സീറ്റി
കലിപ്പൻ്റെ കാന്താരി കൺസെപ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ CTM മെലിന് കാണുന്ന ഞങ്ങൾ കൂടുതൽ സിനിമകൾക്ക് വേണം നിങ്ങളുടെ കമൻറ്റുകൾ പ്രചരിക്കുന്നുണ്ട്. അവരുടെ സിനിമ ഒരു ഫാൻ പേജിന് വന്ന സംഭവമാണ്. അനുഷ്കാറിന് വേണം നമ്മൾ വെരി സൈഡ് പ്ലീസ് CT ഗെറ്റ്സ് ലിമ്മി വി വാണ്ട് സി യുവർ മോർ ഫിലിംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ. അതേസമയം സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് താരം. വന്നിട്ടേന്ന് സൊല്ലു. ഓക്കെ, നവീൻ പോളി ഷെട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ അനുഷ്ക നായികയാകും. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താൻ അഭിനയിക്കുന്ന സിനിമയുടെ പോസ്റ്റർ അനുഷ്ക തൻ്റെ സോഷ്യൽ മീഡിയയുടെ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നു. ഓക്കെ, എന്തായാലും ബോഡി ഷെയ്മിങ് ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് ആണ്. ഓക്കെ, മനസ്സിലായി കാണല്ലോ. ഇതാണ് നിവിൻ പോളി, മലയാളത്തിലൊക്കെയാണ് നിവിൻ പോളി, നൂറിൻ ഷെരീഫ്, ഇവരൊക്കെ കുറച്ച് തടി കൂടി ഇന്ന കാരണത്താലാണോ എനിക്കറിയത്തില്ല. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അനുഷ്ക ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ വീഡിയോ ചെയ്തു. മറ്റുള്ളവരെ പറഞ്ഞ് എനിക്ക് അത്ര പൊള്ളില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഫീലായിട്ടോ. കാരണം എനിക്ക് കാരണം മനസ്സിലാക്കണമല്ലോ. അതാണ് ഫസ്റ്റ് കാര്യം പറയാൻ ചാൻസ്. ഒരുപാട് കാത്തിരിച്ച് ക്യാമറ പിടിച്ചപ്പോഴത്തേക്ക് അഞ്ചൊരു വേദന. അടുത്ത ദിവസം കാണാം. ബൈ.